ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിയുള്ള മന്തീൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു മന്തിയിൽ നമ്മൾ കുഴിയോ കുക്കറോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ ചിക്കനും റൈസും മാത്രം ഉണ്ടെങ്കിൽ വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 750 ഗ്രാം തോലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ വലിയ പീസായിട്ട് എടുക്കുക. അതുപോലെ തന്നെ തോലോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ റെസിപ്പിക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും പെർഫെക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഡ്രം സ്റ്റിക്ക് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോലോട് കൂടിയിട്ടുള്ള ഏത് ടൈപ്പ് പീസും എടുക്കാം കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസസിലെല്ലാം തന്നെ മാരിനേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാലയാണ്. സാധാരണ ഗരം മസാലയാണ്. നിങ്ങൾക്ക് അറേബ്യൻ സ്പൈസ് മിക്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ചതച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. എല്ലാ അളവുകളും ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പട്ട, 2 കഷ്ണം ഏലക്ക, അതുപോലെ തന്നെ 4 ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബ്സാണ്. ഇപ്പം ഇതിപ്പോൾ ചെറിയ ക്യൂബ്സ് ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ മാഗി ക്യൂബ്സ് ആണെങ്കിൽ 1 ചേർത്താൽ മതി. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ മാഗി ക്യൂബ്സ് ചേർക്കുമ്പോൾ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പശുനെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്ത ചേരുവകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ മാരിനേഷനാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ചേർക്കുന്ന ചേരുവകൾ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് നേരം വെക്കണം. അപ്പം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ 4 മണിക്കൂർ, ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു പെർഫെക്റ്റും കിട്ടുള്ളൂ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയിൽ തന്നെ ലോങ് ആയിട്ടുള്ള ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സെല്ല റൈസ് ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും സെല്ല റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നിറയെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിരാൻ വെക്കണം. 20 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് എന്തായാലും വെക്കണം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ഊറ്റിയെടുക്കുക. വെള്ളം ഊറ്റിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാരിനേഷൻ ചെയ്ത ചിക്കൻ നമ്മൾ പുറത്തെടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് മന്തി റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ എടുത്താൽ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒഴിച്ച എണ്ണയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്, 1/4 കപ്പിൽ. ബാക്കിയുള്ള എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് മിക്സ് ചെയ്ത് വരുമ്പം അതിൽ ഈ കുരുമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവറും കിട്ടും. ഇനി നമ്മൾ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഫസ്റ്റ് സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇരട്ടിയിലധികം വെള്ളം വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകം, 1 ഗ്രാമ്പൂ, 3-4 പട്ട, ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമാണ് റൈസ് വെന്ത് വരുമ്പോൾ ആ റൈസിൽ ഉപ്പ് കറക്റ്റ് പിടിച്ചിരിക്കുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒലിവ് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത സൈഡും നമുക്ക് ഒരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിനകത്തുനിന്ന് നല്ലോണം എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോലോട് കൂടിയുള്ള ചിക്കൻ എടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഓയിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫാറ്റ് ഉണ്ടാകും ഈ ഒരു തൊലിയോട് കൂടി ചിക്കൻ എടുക്കുകയാണെങ്കിൽ. ഇനി ബാക്കി സൈഡ് നമുക്കതുപോലെ വേവിച്ചെടുക്കാം.
നമ്മൾ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ റൈസ് അത്യാവശ്യം ഒരു 80% നമ്മളിത് വേവിച്ചെടുക്കണം. ഒരുപാട് 100% നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നില്ല. കാരണം നമ്മളിത് ദം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 80% കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പം അതിങ്ങനെ പൊട്ടിപ്പോകുന്ന പരുവത്തിലാകുമ്പോൾ നമ്മൾ എടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാകം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊറ്റിയിട്ട് നമുക്ക് ഈ അരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും അത്യാവശ്യം നല്ലപോലെ എണ്ണയുണ്ട്, അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഉണ്ട്. അത്യാവശ്യം നല്ലപോലെ മസാലയുള്ള ഒരു മന്തിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. സാധാരണ മന്തീനെ പോലെ മസാല ഇല്ലാത്ത രീതിയിലുള്ളതല്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു ദം ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ താഴെ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക, അതുപോലെ തന്നെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചോറിൻ്റെ മുകളിൽ പച്ചമുളക് കുത്തി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലേവർ ഈ ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരല്പം ഇട്ട് കൊടുക്കാൻ കളറിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചാർക്കോൾ കത്തിച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂർ ശേഷം നന്നായിട്ട് ആവി വന്ന ശേഷം നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ആവി മൊത്തത്തിലൊന്ന് പോയി എന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം ആവിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോഴാണ് ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അതിനുശേഷം നമ്മൾ മുകളിലുള്ള ഈ പച്ചമുളക് എടുത്ത് മാറ്റുകയാണ്. കണ്ടില്ല, പച്ചമുളകൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പതുക്കെ മുകളിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നിങ്ങൾക്ക് ചോറ് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉതിർന്ന് കിട്ടിയിട്ടുമുണ്ട്, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കളറോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിൻ്റെ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കളർ ചേർക്കണം നിർബന്ധമുള്ളവർക്ക് കളർ ചേർക്കാം. ഞാൻ കളർ പൊതുവേ ചേർക്കാറില്ല, ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അടിയിൽ പിടിച്ചിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല പോലെ ഓയിലൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതാ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള എണ്ണയും അതുപോലെ തന്നെ ആ മസാലയിലൊക്കെ ഇട്ടിട്ടുള്ള ചോറും ഒക്കെ ബാക്കി താഴെയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് ഈ ഒരു ചോറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും ഈ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടുന്നതാണ്. ഈ ചോറ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ചിക്കൻ്റെ മൊത്തത്തിലുള്ള ഫ്ലേവർ ഈ ഒരു റൈസിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തോലോട് കൂട്ടിയിട്ടുള്ള ചിക്കൻ എടുക്കണം എന്ന് പറയുന്നത്. കാരണം ആ ഫാറ്റ് കണ്ടൻറ്റ് മൊത്തത്തിൽ ഈ റൈസിൽ മിക്സായി വരുമ്പം ഭയങ്കര ഒരു ഫ്ലേവറാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ചിക്കൻ്റെ തോലോട് കൂടി ചിക്കൻ തന്നെ എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ പ്രശ്നമൊന്നുമില്ല, പെർഫെക്റ്റ് ലെവലിലേക്ക് വരില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ ചെറുതായിട്ട് സ്മോക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം അത് വെന്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. കണ്ടോ, ഈ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നന്നായിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ്സാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് കൂട്ടിയിട്ടുള്ളത് നമ്മുടെ മയോണൈസാണ്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ പെരുന്നാളിന് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ, ബൈ.